വനം വകുപ്പിന്റെ അധീനതയിൽ ഔഷധി സബ് സെന്റർ പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഔഷധിയുടെ ഉദ്ഘാടനം എംഎൽഎ കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. തെക്കൻ ജില്ലകളിൽ ആയുർവേദ മരുന്ന് വിതരണം സുഗമമാക്കുന്നതിനായി പൊതുമേഖലാ സ്ഥാപനമായ ഔഷധി പത്തനാപുരത്ത് സബ് സെന്റർ തുടങ്ങി. വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഡിപ്പോയിലാണ് സെന്റർ തുടങ്ങിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ സർക്കാർ ആയുർവേദ ആശുപത്രികൾക്കും ഡിസ്പെൻസറികൾക്കും അംഗീകൃത ഡീലർമാർക്കും സമയബന്ധിതമായി മരുന്നുകൾ വിതരണം ചെയ്യുക എന്നതാണ് സബ് സെന്ററിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ തൃശൂരിൽ നിന്നുമാണ് മരുന്നുകൾ എത്തുന്നത്. ഇത് കാലതാമസത്തിന് ഇടയാകുന്നതാണ് പത്തനാപുരത്ത് സബ് സെന്റർ തുടങ്ങാൻ മാനേജ്മെന്റിനെ പ്രേരിപ്പിച്ചത്. പത്തനാപുരം മംഗല്യ ഓഡിറ്റോറിയത്തിൽ ഔഷധി ചെയർമാനും എക്സ്-എംഎൽഎയുമായ അഡ്വക്കേറ്റ് ജോണി നെല്ലൂരിന്റെ അധ്യക്ഷതയിൽ എംഎൽഎ കെ.ബി. ഗണേഷ് കുമാർ ഔഷധി സബ് സെന്ററിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് എല്ലാ കക്ഷികളുടെയും നേതാക്കളെയും ഞങ്ങളെ സംബന്ധിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല, നല്ലത് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ്. എന്തെങ്കിലും അതിനകത്ത് എതിർപ്പുകളോ ഭീഷണികളോ ഉണ്ടാകുന്നത് അത് ചില വ്യക്തികളുടെ മാത്രം കുബുദ്ധിയാണ് എന്ന് മാത്രമല്ല, അത് ചില വ്യക്തികളുടെ കുബുദ്ധി. KSRTCക്ക് വേണ്ടി 1 ഏക്കർ സ്ഥലം ഈ വനംവകുപ്പിന്റെ സ്ഥലത്ത് നിന്ന് കൊടുക്കാൻ ഫണ്ട് തീരുമാനിച്ചപ്പോൾ അന്ന് നടപടി സുധാകരൻ മന്ത്രിയായിരുന്നു. നടപടി വന്നപ്പോൾ ആപ്പ് വെച്ചവരുണ്ട്. അതൊരു വ്യക്തിയുടെ വിരോധം. അതിനെ അനുവദിക്കില്ല എന്ന് ഞാൻ വളരെ തീർത്ത് പറയുകയാണ്. KSRTCക്കും കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം കൊടുക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് അതും കൊടുക്കുന്നു. ഒരു പെർമനന്റ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ, അതായത് സ്ഥിരം സംവിധാനത്തിൽ കെട്ടിടം വയ്ക്കുന്ന സംവിധാനം അല്ലാതെ KSRTC എന്ന് പറയുന്ന സ്ഥാപനം നിലനിൽക്കുന്ന കാലം വരെ ഉപയോഗിക്കാൻ 1 ഏക്കർ സ്ഥലം അവിടെ നിന്ന് വനംവകുപ്പിന് കൊടുക്കാനായിട്ട് ഏതാണ്ട് തത്വത്തിൽ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഒരാശങ്കയുണ്ട്. അവിടെ പുതിയ കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കാനാകത്തില്ല. കാരണം വനംവകുപ്പിന്റെ സ്ഥലമാണ്. അത് വനംവകുപ്പിന്റെ ഉടമസ്ഥകാരിക്കുന്നു. എന്തെങ്കിലും KSRTC അടച്ചുപൂട്ടപ്പെട്ടാൽ അത് തിരിച്ച് വനംവകുപ്പിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ നിമിഷം തന്നെ വന്ന് KSRTC അടച്ചുപൂട്ടുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നിമിഷത്തിൽ തന്നെ ആ നിമിഷത്തിന്റെ ഓട്ടോമാറ്റിക്കായിട്ട് വനംവകുപ്പിലേക്ക് വന്നു ചേർത്തിട്ടുള്ള താൻ പത്തനാപുരത്ത് കൊണ്ടുവന്ന പല വികസന പദ്ധതികൾക്കും ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നും പത്തനാപുരത്തിന്റെ വികസനം രാഷ്ട്രീയത്തിന് അതീതമാണെന്ന് പലരും തിരിച്ചറിഞ്ഞ് തന്നെ അനുമോദിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ഡിപ്പോയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഔഷധി സബ് സെന്ററിൽ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള മരുന്നുകളായതിനാൽ യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകില്ലെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആൻഡ് ഹെഡ് ഓഫീസ് ഫോറസ്റ്റ് ഫോഴ്സ് ഉദ്യോഗസ്ഥനായ ആർ രാജരാജവർമ്മ IFS മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഔഷധി ജനറൽ മാനേജർ കെ ശശിധരൻ, പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിമോൻ, SFCK മാനേജർ സി മോഹനൻപിള്ള, കേരള വനവികസന കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഉസ്മാൻ സാഹിബ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ഷെയ്ഖ് ബരീദ്, CP പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം M അബ്ദുൾ റഹ്മാൻ, കേരള കോൺഗ്രസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് ചേട്ടക്കോണം സുരേഷ്, NCP സംസ്ഥാന കമ്മിറ്റി അംഗം C അയൂബ് ഖാൻ, ഔഷധി സെയിൽസ് മാനേജർ E ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. PCB ന്യൂസ് പത്തനാപുരം.